നിങ്ങൾ പശുവിൻ്റെ പാല് തന്നെയായിരിക്കും കുടിക്കുന്നുണ്ടാവുക, പക്ഷേ ഏത് തരം? ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ പശുവിൻ്റെ പാല് നിങ്ങൾ കുടിക്കുന്ന സമയത്ത് അത് തിളപ്പിച്ചിട്ട് കുടിക്കണോ, എങ്ങനെയാണ് കുടിക്കേണ്ടത്, പശുവിൻ പാലിലെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ വെൽക്കം ബാക്ക് ടു ഡോഫോഡി. നമുക്ക് തുടങ്ങാം. ആദ്യമായി പാൽ എന്താണെന്ന് പറയാം. ആനിമൽസിൻ്റെ മാമറി ഗ്ലാൻഡ്സിൻ്റെ സെക്രീഷനാണ് പാലെന്ന് പറഞ്ഞാൽ. പക്ഷേ അതിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നാച്ചുറൽ മിൽക്ക് അല്ല. അതുപോലെ തന്നെ അതിൽ നിന്നൊന്നും കുറയ്ക്കാനും പാടില്ല. പശുവിൻ പാലിൻ്റെ പ്രധാന പർപ്പസ് എന്ന് പറഞ്ഞാൽ പശുവിൻ കിടാവിൻ്റെ ഗ്രോത്തും ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ടാണ്. അതിൽ ആവശ്യത്തിനനുസരിച്ച് പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, അമിനോ ആസിഡ്സ്, വൈറ്റമിൻസും മിനറൽസും കാർബോഹൈഡ്രേറ്റ്സും ഇത്തരത്തിലുള്ള എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട്. അതിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഉണ്ട്, ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ട്, സൈറ്റോകൈൻസ് ഉണ്ട്, ന്യൂക്ലിയോടൈഡ്സ് ഉണ്ട്, പെപ്റ്റൈഡ്സും പോളിയമൈൻസും അടങ്ങിയിട്ടുണ്ട്, എൻസൈംസും മറ്റ് പലതരത്തിലുള്ള ബയോ ആക്റ്റീവ് പെപ്റ്റൈഡ്സും അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഒരു കപ്പ് പശുവിൻ്റെ പാല് ഏകദേശം 240 ml ഉണ്ടാവും. അതിൽ 3.25% ഫാറ്റാണ് അടങ്ങിയിട്ടുള്ളെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന എനർജി എന്ന് പറഞ്ഞാൽ 150 കാലറീസ് ആണ്. 12 ഗ്രാം കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ലാക്ടോസ് ആണ്. 8 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയതിൽ കൂടുതലായിട്ടും കെസീൻ എന്ന് പറയുന്ന പ്രോട്ടീനാണ്. വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് സോളിബിൾ പ്രോട്ടീനാണ്. വേ പ്രോട്ടീൻ്റെയും കെസീൻ എന്ന് പറയുന്ന പ്രോട്ടീൻ്റെയും അളവ് റേഷ്യോ എന്ന് പറയുന്നത് 20:80 ഇത് കൂടാതെ നിങ്ങൾക്കൊരു ദിവസം കിട്ടേണ്ട കാൽഷ്യം എത്രയാണോ അതിൻ്റെ 21% ഈ ഒരു കപ്പ് പാലിൽ നിന്ന് കിട്ടും. ഫാറ്റ്സിൻ്റെ അളവ് നമുക്ക് സത്യം പറഞ്ഞാൽ വിവിധ തരത്തിലുള്ള പാലിൽ വിവിധ കോൺസെൻട്രേഷനിലാണ് അടങ്ങിയിട്ടുള്ളത്. ഫാറ്റ് കൂടുതലായിട്ടും സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണുള്ളത്. അതുകൂടാതെ മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ് ഉണ്ട്. മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സിനെ കൊണ്ട് പലതരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് പല സ്റ്റഡീസിലും കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ്. പക്ഷേ പാലിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റും അതിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഒക്കെ അളവ് നിങ്ങൾ കുടിക്കുന്ന പാലിൻ്റെ വെറൈറ്റിക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് തരം പാലാണ് കുടിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. സിമ്പിളാക്കി പറഞ്ഞാൽ പാലിൽ 2 പോർഷൻസ് ആണുള്ളത്. ഒന്ന് ലിക്വിഡ് ആണ്, വെള്ളം പോലത്തെ പോർഷനും. രണ്ടാമത്തത് സോളിഡ്സും. ലിക്വിഡ് എന്ന് പറഞ്ഞാൽ മെയിൻലി വാട്ടർ ആണ്. അതായത് നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ഒരു കപ്പ് പാലിൽ നോക്കുകയാണെങ്കിൽ അതിൽ 88% വെള്ളമാണ്. ഇനി പാലിൽ അടങ്ങിയിരിക്കുന്ന സോളിഡ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതും 2 തരമുണ്ട്. ഒന്ന് ഫാറ്റ് ആണ്. മറ്റു തരത്തിലുള്ള സോളിഡ്സ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സ് ആവാം, പ്രോട്ടീൻസ് ആവാം, കാൽഷ്യം ആവാം, മിനറൽസ് ആവാം, വൈറ്റമിൻസ് ആവാം. ഫാറ്റ് അല്ലാത്ത തരത്തിലുള്ള മറ്റെല്ലാ തരത്തിലുള്ള നോൺ സോളിഡ്സിനെയും നമ്മൾ സോളിഡ് നോൺ ഫാറ്റ് എന്നാണ് പറയാറ്. അതുകൊണ്ട് തന്നെ സോളിഡ് നോൺ ഫാറ്റിൽ അടങ്ങിയിരിക്കുന്ന മെയിൻ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് പ്രോട്ടീൻസ് ഒക്കെ മാറ്റിയിട്ടുള്ളതാണ്. അതിലുള്ള പ്രോട്ടീൻ്റെ തരം എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും കെസീനും ലാക്ടോ ആൽബുമിനും ഒക്കെയാണ്. ഇതൊന്നും കൂടാതെ പാലിൽ റൈബോഫ്ലാവിനും മറ്റ് പലതരത്തിലുള്ള വാട്ടർ സോളിബിൾ വിറ്റാമിൻസും ഉണ്ട്. ഇനി വിവിധ തരത്തിലുള്ള പാലിനെ കുറിച്ച് പറയാം. സ്കിംഡ് മിൽക്ക് എന്ന് പറഞ്ഞാൽ അതിലുള്ള ഫാറ്റിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. 0.5% കൂടാൻ പാടില്ല. അതേസമയം സോളിഡ് നോൺ ഫാറ്റിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ 8.75% ആയിരിക്കും. പാല് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പാലിലുള്ള ഫാറ്റിൻ്റെ അളവ് മാറ്റാൻ സാധിക്കും. അതിൽ അടങ്ങിയിരിക്കുന്ന സോളിഡ് നോൺ ഫാറ്റിൻ്റെ അളവ് കൂട്ടാനും സാധിക്കും. പാലിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റിൻ്റെ അളവിനെ സ്റ്റാൻഡേർഡ് ആക്കി വെച്ചതിന് ശേഷം സോളിഡ് നോൺ ഫാറ്റ് അതിൻ്റെ അളവ് കൂട്ടുന്ന പ്രക്രിയയാണ് ടോണിംഗ് എന്ന് പറയുന്നത്. ടോൺഡ് മിൽക്ക് എന്ന് പറഞ്ഞാൽ അതിൽ ഫാറ്റിൻ്റെ അളവ് 3% അടുത്തായിരിക്കും. പക്ഷേ സോളിഡ് നോൺ ഫാറ്റിൻ്റെ അളവ് 8.5% ഉണ്ടാവും. ഇനി ഡബിൾ ടോൺഡ് മിൽക്ക് എന്ന് പറഞ്ഞാൽ ഫാറ്റിൻ്റെ അളവ് വീണ്ടും കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. 1.5% ആയിട്ട് കുറച്ചു. പക്ഷേ സോളിഡ് നോൺ ഫാറ്റിൻ്റെ അളവ് 8.5% നിന്നും 9% വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ സോളിഡ് നോൺ ഫാറ്റിൻ്റെ അളവ് കൂട്ടുന്നത് പാൽപ്പൊടി ആഡ് ചെയ്തിട്ടാണ്. നമ്മൾ ഉപയോഗിക്കുന്ന അമൂല് പോലത്തെ പാൽപ്പൊടിയല്ല ഞാൻ പറയുന്നത്. പാലിൽ തന്നെ മാറ്റുന്ന ഫാറ്റും നോൺ സോളിഡ് ഫാറ്റ്സും മാറ്റിക്കഴിഞ്ഞാൽ ആ നോൺ സോളിഡ് ഫാറ്റ്സ് പൗഡർ ആക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പൗഡർ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതൊരു പാലിൻ്റെയും കട്ടി കൂട്ടാൻ സാധിക്കും. സോളിഡ് നോൺ ഫാറ്റ് മാത്രം ആണ് വർദ്ധിപ്പിക്കുന്നത്, ഫാറ്റ് അല്ല. സ്റ്റാൻഡേർഡൈസ്ഡ് മിൽക്ക് എന്ന് പറഞ്ഞാൽ ഫാറ്റിൻ്റെ അളവ് 4.5% ആയിരിക്കണം. അതുപോലെ തന്നെ സോളിഡ് നോൺ ഫാറ്റിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 8.5 ആയിരിക്കണം. ഫുൾ ക്രീം മിൽക്ക് എന്ന് പറഞ്ഞാൽ അതിൽ ഫാറ്റിൻ്റെ അളവ് വീണ്ടും കൂടുതലായിരിക്കും, 6%. അതുപോലെ തന്നെ സോളിഡ് നോൺ ഫാറ്റിൻ്റെ അളവും 9% ആയിരിക്കും. മിൽക്ക് പ്രോസസ് ചെയ്യുന്ന സമയത്ത് ഈ ഫാറ്റ് നമുക്ക് കുറയ്ക്കാം. ആ കുറയ്ക്കുന്ന ഫാറ്റ് നമുക്ക് ഗീ ഉൽപ്പാദിക്കാനെടുക്കാം. അതുപോലെ തന്നെ പാലിൽ നിന്നും മാറ്റുന്ന ലിക്വിഡ് അതിൽ നിന്നാണ് വേ പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. പക്ഷേ യൂറിയൻ്റെ അളവ് 700 parts/million കൂടാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് പാല് പാക്കറ്റിലാണ് കിട്ടുന്നതെങ്കിൽ അതിനെക്കുറിച്ച് പറയാം. പാല് പ്രോസസ്സ് ചെയ്തതിന് ശേഷമാണ് പാക്കറ്റിലേക്ക് വരുന്നത്. പക്ഷെ അതിനു മുമ്പേ പല കാര്യങ്ങളും ആ ഡയറി ഫാമിൽ നടക്കുന്നുണ്ട്. ക്ഷീര കർഷകരിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പാല് പലതരത്തിലുള്ള ടെസ്റ്റിന് വിധേയമാക്കിയതിന് ശേഷം മാത്രമാണ്
അവിടെ പാല് പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങുന്നത്. പാലിൻ്റെ ക്വാളിറ്റി നല്ലതാണോ, അതിൽ ഇൻഫെക്ഷൻ എന്തെങ്കിലും വന്നിട്ടുണ്ടോ, അതിൻ്റെ pH എത്രയാണ്, അസിഡിറ്റി ഉണ്ടോ, അതിൽ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടോ, ആൻറ്റിബയോട്ടിക്സിൻ്റെ അളവ് എത്രയാണ്, ഫാറ്റിൻ്റെ അളവ് ആവശ്യത്തിനനുസരിച്ചുണ്ടോ, അതിൽ മറ്റെന്തെങ്കിലും അഡൽട്രൻസ് അല്ലെങ്കിൽ മായം ചേർത്തിട്ടുണ്ടോ, ഇത്തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ അവിടെ പാല് സ്വീകരിക്കുകയുള്ളൂ. പാലിൻ്റെ ക്വാളിറ്റി പരിശോധിക്കാൻ പലതരത്തിലുള്ള ടെസ്റ്റുകളും അവിടെ ചെയ്യുന്നുണ്ട്. അതിലൊരു തരത്തിലുള്ള ടെസ്റ്റാണ് MBRT ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഫുൾ ഫോം മെത്തിലിൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ് എന്നാണ്. മെത്തിലിൻ ബ്ലൂ എന്ന് പറയുന്നത് ഒരു റിഡോക്സ് ഡൈ ആണ്. മെത്തിലിൻ ബ്ലൂ എന്ന് പറഞ്ഞാൽ ഈ ഡൈൻ്റെ കളറ് ഓക്സിജൻ്റെ അളവ് കൃത്യമായിട്ട് ഇല്ലാത്ത സാമ്പിളുമായിട്ട് കോൺടാക്റ്റിൽ വരുന്ന സമയത്ത് അതിൻ്റെ കളറ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. മറ്റൊരു ടെസ്റ്റാണ് COB ടെസ്റ്റ് അല്ലെങ്കിൽ ക്ലോട്ട് ഓൺ ബോയിലിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. കൂടുതൽ അസിഡിറ്റി ഉള്ള പാല് ആണോ എന്ന് കണ്ടുപിടിക്കാൻ COB ടെസ്റ്റാണ് ഉപയോഗിക്കുന്നത്. അതായത് pH 5.8 താഴെയാണെങ്കിൽ ഈ ടെസ്റ്റ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കും. പശുവിൻ്റെ അകിടിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിന് മാസ്റ്റൈറ്റിസ് എന്ന് പറയും. അല്ലെങ്കിൽ പ്രസവിച്ചതിന് ശേഷം ഉടനെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരുന്ന പാല് കൊളസ്ട്രോൾ എന്ന് പറയും. ഇതിലൊക്കെ പ്രോട്ടീൻ്റെ അളവ് കൂടുതലായിരിക്കും, അസിഡിറ്റി കൂടുതലായിരിക്കും. ഇത്തരത്തിലുള്ള പാല് പെട്ടെന്ന് കേടാവും. അത് കണ്ടുപിടിക്കാൻ COB ടെസ്റ്റാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമതായി ഡയറീസിലൊക്കെ ചെയ്യുന്നത് പ്രോസസ്സിംഗ് ആണ്. അതായത് പാലിൻ്റെ ഷെൽഫ് ലൈഫ് കൂട്ടാനും അതിൽ അടങ്ങിയിരിക്കുന്ന മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്, സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കാനും പ്രോസസ്സിംഗ് ചെയ്യും. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് പാസ്ചറൈസേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. പാസ്ചറൈസേഷൻ പല രീതിയിൽ ചെയ്യാം. അതിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ് ഫ്ലാഷ് മെത്തേഡാണ്. 72 മുതൽ 74 ഡിഗ്രി സെൽഷ്യസ് വരെ പാല് ചൂടാക്കും. അങ്ങനെ ചൂടാക്കിയ പാല് കറക്റ്റ് ആ ടെമ്പറേച്ചർ 15 സെക്കൻഡാണ് കീപ്പ് ചെയ്യുന്നത്, ഹോൾഡ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിനനുസരിച്ച് അതിലുള്ള സൂക്ഷ്മാണുക്കളൊക്കെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. മറ്റൊരു മെത്തേഡാണ് അൾട്രാ ഹൈ ടെമ്പറേച്ചർ മെത്തേഡ്. ഇവിടെ 135 മുതൽ 150 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കും, പക്ഷേ വെറും 2 സെക്കൻഡത്തേക്ക് മാത്രം. മറ്റൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് 63 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കി ആ ചൂട് 30 മിനിറ്റ് നേരത്തേക്ക് ഹോൾഡ് ചെയ്യും. പ്രോസസ്സിങ്ങിന് ശേഷം പാലിലുള്ള ഫാറ്റ് വേണമെങ്കിൽ മാറ്റാം. ഹോമോജനൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെ കടത്തിവിടുന്നുണ്ട്. അതിനുശേഷം സ്റ്റാൻഡേർഡൈസേഷൻ ചെയ്യുന്നുണ്ട്. ഫാറ്റിൻ്റെ അളവ് നമുക്ക് കൃത്യമായ ലെവലിൽ സെറ്റ് ചെയ്യാം. സോളിഡ് നോൺ ഫാറ്റിൻ്റെ അളവും നമുക്ക് കൃത്യമായ ലെവലിൽ സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് സോളിഡ് നോൺ ഫാറ്റ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. സ്റ്റാൻഡേർഡൈസേഷൻ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അത് പാക്കറ്റിലാക്കുന്നതും നിങ്ങൾക്കത് മാർക്കറ്റിൽ വാങ്ങിക്കാൻ പറ്റുന്ന രൂപത്തിൽ അവൈലബിൾ ആവുന്നതും. രണ്ടാമത്തെ തരത്തിലുള്ള പാല് പാക്കറ്റ് അല്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ക്ഷീര കർഷകരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പാലാണ്. ഇത് കുറച്ചും കൂടി നല്ലതാണ്. പക്ഷേ അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഗ്രാസ് ഫെഡ് ആയിട്ടുള്ളത്, അതായത് പശുക്കൾ പുല്ല് മേഞ്ഞതിന് ശേഷം അവരിൽ നിന്നും കിട്ടുന്ന പാലാണ്. തീറ്റ കൊടുത്തിട്ട് ഉണ്ടാക്കുന്ന പാലിന് ക്വാളിറ്റി കുറവാണെന്നും പല സ്റ്റഡീസിൽ പറയുന്നുണ്ട്. ഇനി പാല് കുടിക്കുന്നതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയാം. അതിലാദ്യം പറയാനുള്ളത് ചൈൽഡ്ഹുഡ് ഒബീസിറ്റി ഉണ്ടാവുന്നതിൻ്റെ റിസ്ക് കുറവാണ്. പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് മാത്രമല്ല, അവർക്ക് പൊണ്ണത്തടിയോ ഓവർ വെയ്റ്റോ ആവുന്നത് പാല് കുടിക്കുന്നവർക്ക് കുറവാണെന്നാണ് പല സ്റ്റഡീസിലും കണ്ടെത്തിയിട്ടുള്ളത്. മുതിർന്നവരുടെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ഥിരമായി പാല് കുടിക്കുന്നവർക്ക് അവരുടെ ബോഡി കമ്പോസിഷൻ മികച്ചതാക്കാൻ സാധിക്കും. ബോഡി കമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ബോഡിയിൽ എത്ര ഫാറ്റ് ഉണ്ട്, എത്ര മസിലാണ്, വെള്ളത്തിൻ്റെ ശതമാനം എത്രയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹെൽത്തി സ്റ്റാൻഡേർഡ്സ് എത്രയാണോ പറയുന്നത് അതിനനുസരിച്ചുള്ള ബോഡി കമ്പോസിഷൻ ആക്കാൻ അഡൽട്സ് ആണെന്നുണ്ടെങ്കിൽ പാല് കുടിച്ചാൽ ധാരാളം മതിയാവും. മറ്റൊരു പ്രധാനമായിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എനർജി റെസ്ട്രിക്റ്റഡ് ഒരു ഡയറ്റാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ, അതായത് കാലറീസ് കുറച്ച് കാർബോഹൈഡ്രേറ്റ്സ് കുറച്ചിട്ടുള്ള ഒരു ഡയറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസിന് സഹായിക്കാനും പാല് കുടിക്കുന്നത് ഹെൽപ്ഫുൾ ആണെന്നാണ് പറയുന്നത്. ടൈപ്പ് 2 ഡയബറ്റീസ് വരുന്നതിൻ്റെ ചാൻസസും കുറയ്ക്കാൻ പാല് കുടിച്ചാൽ മതിയെന്ന് പല സ്റ്റഡീസിലും കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമാണ്. ഇതൊരു കോൺട്രവേഴ്ഷ്യൽ സബ്ജക്റ്റാണ്. പാലിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് ലാക്ടോസ് ആണ്. അതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവാണ്. പോരാത്തതിന് ഇൻസുലിൻ സെക്രീഷൻ വർദ്ധിപ്പിക്കാനും പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻസിനും ലിപ്പിഡ്സിനും സാധിക്കുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗ്ലൂക്കോസ് മെറ്റബോളിസം സ്റ്റേബിൾ ആക്കി നിർത്താൻ പാല് കുടിക്കുന്നവർക്ക് സാധിക്കുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ റിസ്ക്കും കുറയ്ക്കാൻ സാധിക്കും. ഡയബറ്റീസ് മാത്രമല്ല, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരുന്നതിൻ്റെ ചാൻസസും കുറയ്ക്കാൻ സാധിക്കുന്നതാണ് പറയുന്നത്. മെയിൻലി സ്ട്രോക്ക് പോലത്തെ അസുഖങ്ങൾ. പാലിൽ അടങ്ങിയിരിക്കുന്ന കാൽഷ്യം, ഫോസ്ഫറസ് പോലത്തെ മിനറൽസ് എല്ലാം നിങ്ങളുടെ ബോൺ ഡെൻസിറ്റി മികച്ചതാക്കാൻ സഹായിക്കുന്നതാണ് പറയുന്നത്. പക്ഷേ പാല് സ്ഥിരമായിട്ട് കുടിക്കുന്നവർക്ക് വീണ് കഴിഞ്ഞാൽ ബോണ് പൊട്ടലോ ഫ്രാക്ചറോ ഒന്നും ഉണ്ടാവില്ല എന്നൊന്നും സ്റ്റഡീസിൽ പറയുന്നില്ല. അങ്ങനത്തെ അസോസിയേഷൻ ഒന്നുമില്ല. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റഡിയിൽ പറയുന്നത് കൃത്യമായ അളവിൽ പാല് കുടിക്കുന്നവർക്ക് ക്യാൻസർ വരുന്നതിൻ്റെ റിസ്ക് കുറച്ച് നിർത്താൻ സാധിക്കുന്നതാണ്. ഇനി ഏതൊക്കെ ക്യാൻസറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോളോറെക്ടൽ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, ബ്ലാഡർ ക്യാൻസർ, ഗ്യാസ്ട്രിക് ക്യാൻസർ അല്ലെങ്കിൽ സ്റ്റൊമക് ക്യാൻസർ. പക്ഷേ പാല് കുടിക്കുന്നവർക്ക് പാൻക്രിയാറ്റിക് ക്യാൻസറും ഒവേറിയൻ ക്യാൻസറും ലങ് ക്യാൻസറും വരുന്നതിൻ്റെ റിസ്ക് കുറയുന്നോ കൂടുന്നോ ഇല്ല എന്നാണ് പറയുന്നത്. അതായത് ഒരു അസോസിയേഷനും ഇല്ല. നിങ്ങൾ കുടിക്കുന്ന പാലിൽ ഫാറ്റിൻ്റെ അളവ് ഫുള്ളായിട്ടുണ്ടെങ്കിൽ, അത് സ്കിംഡ് മിൽക്ക് അല്ല എന്നുണ്ടെങ്കിൽ
ഗാസ്ട്രിക് എംപ്റ്റിങ് ടൈം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ് പറയുന്നത്. അതായത് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഭക്ഷണം ഗാസ്ട്രോ ഇൻഡസ്ട്രൈനൽ സിസ്റ്റത്തിലൂടെ മൂവ് ചെയ്യുന്ന സമയം വർദ്ധിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഷുഗറിന്റെ മെറ്റബോളിസത്തിന് കുറച്ചും കൂടി നല്ലത് ഫുൾ ഫാറ്റ് അടങ്ങിയിരിക്കുന്ന മിൽക്ക് അല്ലെങ്കിൽ ഫെർമെന്റഡ് മിൽക്ക് ആണെന്നാണ് പറയുന്നത്. ഇനി പാല് കുടിക്കുന്നതിന്റെ പ്രശ്നങ്ങൾ പറയാം. അധികം ആൾക്കാരും ചെയ്യുന്നത് പാല് അല്ലെങ്കിൽ ചായ കാപ്പിയിൽ പഞ്ചസാര ഇട്ടതിന് ശേഷമാണ് കുടിക്കുന്നത്. ഇവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഫാറ്റ് അത്യാവശ്യം ഉള്ള ഒരു ഭക്ഷണത്തിൻ്റെ കൂടെ നിങ്ങൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും പ്രശ്നങ്ങളിലേക്കാണ് ചെന്നെത്തിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിനും കൂടുതൽ കാലറീസ് കിട്ടും, പലതരത്തിലുള്ള ക്രോണിക് ഡിസീസസും ഉണ്ടാവും. നിങ്ങൾക്ക് ഒന്നിക്കൽ ഫാറ്റ് കൂടുതലുള്ള ഭക്ഷണം കഴിക്കാം, പക്ഷെ അതിനനുസരിച്ച് കാർബോഹൈഡ്രേറ്റ്സ് നല്ല രീതിയിൽ കുറയ്ക്കണം. അപ്പോൾ നിങ്ങൾ പാല് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പഞ്ചസാര ഇടാതെ കുടിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ പാൽപ്പൊടി ഉപയോഗിച്ചിട്ടാണ് പാലും ചായയൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ അതിൽ മാൽട്ടോഡെക്സ്ട്രിൻ്റെ അളവ് കൂടുതലാണ്. 100 ഗ്രാം പാൽപ്പൊടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 20 ഗ്രാമും ആഡഡ് ഷുഗറാണ്, അതായത് മാൽട്ടോഡെക്സ്ട്രിൻ. അതായത് 5/1 ഷുഗറാണ് നിങ്ങൾ കഴിക്കുന്നത്. കൂടുതൽ പാല് കുടിക്കുന്നവർക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ക്രോണിക് ഡിസീസസും ഒക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന തരത്തിലുള്ള സ്റ്റഡീസൊക്കെ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് പാലിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റിൻ്റെ അളവ് കൂടുതലായതുകൊണ്ടാണ്. മെയിനായിട്ടും സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആണ് ഇവിടെ കുറ്റക്കാരനാവുന്നത്. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി കൊളസ്ട്രോൾ ലെവൽ കൂടുതലാണ്, നിങ്ങൾ ലിപ്പിഡ് ലോവറിങ് മെഡിസിൻസ് കഴിക്കുന്നുണ്ട്, ഹാർട്ട് അറ്റാക്ക് ഒക്കെ കഴിഞ്ഞതാണ്, നിങ്ങളുടെ കാർഡിയോളജിസ്റ്റ് ഫാറ്റിൻ്റെ അളവ് കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ ടോൺഡ് മിൽക്ക് കഴിക്കാം, അല്ലെങ്കിൽ ടോൺഡ് മിൽക്ക് കുടിക്കാം. അതും അല്ലെങ്കിൽ ഫാറ്റിൻ്റെ അളവ് നല്ല രീതിയിൽ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ സ്കിംഡ് മിൽക്കിലേക്ക് പോവാം. വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പാല് കുടിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കാം. ഒരു ദിവസം 1 ഗ്ലാസ് ആക്കി കുറയ്ക്കാൻ പറ്റുമോ നോക്കാം. ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള ആൾക്കാർക്ക് പാല് കുടിക്കാൻ സാധിക്കില്ല. ലാക്ടേസ് എന്ന് പറയുന്ന എൻസൈം വേണം ലാക്ടോസ് എന്ന് പറഞ്ഞ ഷുഗറിനെ നമ്മളുടെ ശരീരത്തിൽ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ. അപ്പോൾ ലാക്ടേസ് എന്ന് പറയുന്ന എൻസൈം കുറയുന്നതിനനുസരിച്ച് തന്നെ പാല് ദഹിക്കാതെ നിൽക്കും. അത് കാരണം ബ്ലോട്ടിങ്, ഗ്യാസ് ട്രബിൾ, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാം. മിൽക്ക് പ്രോട്ടീൻ അലർജി ഉള്ള ആൾക്കാർക്കും പാല് കുടിക്കുക അല്ലെങ്കിൽ പാലിനെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഡയറി പ്രൊഡക്ട്സ് കഴിക്കുന്ന സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാം. പാലിൽ നിന്നും കിട്ടുന്ന വേ പ്രോട്ടീൻ കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്ത് ഇൻസുലിൻ സെക്രീഷൻ കൂടുന്നു, ഇൻസുലിൻ റെസ്പോൺസ് വർദ്ധിക്കുന്നതാണ് പറയുന്നത്. ഇൻസുലിൻ നമ്മളുടെ ബോഡിയിൽ നോർമൽ ലെവലിൽ നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഇൻസുലിൻ ലെവൽ കൂടുന്നതും നമ്മളുടെ ഹെൽത്തിന് നല്ലതല്ല. പാല് കൃത്യമായ അളവിൽ കുടിക്കുന്നവർക്ക് പലതരത്തിലുള്ള ക്യാൻസേഴ്സ് വരുന്നതിൻ്റെ ചാൻസ് കുറവാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷേ അതിലൊരു എക്സെപ്ഷൻ എന്ന് പറയുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ കാര്യമാണ്. പുരുഷന്മാരിലുള്ള പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വലുപ്പം പാല് കുടിക്കുന്നതിനനുസരിച്ച് കൂടുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരുന്നതിന്റെ റിസ്ക്കും പാല് കുടിക്കുന്ന ആൾക്കാരിൽ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട്സ് ഇൻകൺസിസ്റ്റന്റ് ആണ്. ചില സ്റ്റഡീസിൽ പറയുന്നത് അസോസിയേഷൻ ഒന്നും ഇല്ലാന്നാണ്, ചില സ്റ്റഡീസിൽ പറയുന്നത് റിസ്ക് ഉണ്ടെന്നാണ്. പക്ഷേ ഏറ്റവും വലിയ പ്രോബ്ലം നിങ്ങൾ കുടിക്കുന്ന പാല് ഏത് തരമാണെന്ന് അധികം ആൾക്കാർക്കും അറിയില്ല. മിൽമേൻ്റെ തന്നെ പാക്കറ്റിന് പല കളറിൽ വരുന്നുണ്ട്. പാക്കറ്റിന്റെ കളറിൽ വ്യത്യാസം വരുന്നത് അതിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റിന്റെ അല്ലെങ്കിൽ സോളിഡ് നോൺ ഫാറ്റിന്റെ അളവിൽ വ്യത്യാസം വരുന്നതിനനുസരിച്ചിട്ടാണ്. പ്രോസസ്ഡ് മിൽക്ക് കുടിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ഗ്രാസ് ഫെഡ് ആയിട്ടുള്ള പശുവിന്റെ പാല് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഓർഗാനിക് മിൽക്ക് ആണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ചും കൂടിയും ക്വാളിറ്റി ഉണ്ടാവുന്നതാണ് സ്റ്റഡീസിൽ പറയുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള പാല് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണെന്ന് വേണമെങ്കിൽ പറയാം. പാല് കുടിക്കുന്നതിന്റെ മറ്റൊരു കൺസേൺ മെയിൻലി പാരൻസിനാണ്. പല കൺട്രീസിലും ട്രഡീഷണൽ പ്രാക്ടീസസിലൊക്കെ പറയുന്നത് പാല് കുടിക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഡയറി പ്രോഡക്ട്സ് കഴിക്കുന്നതിനനുസരിച്ച് മ്യൂക്കസ് സെക്രീഷൻ കൂടാന്നാണ്. അതായത് കഫക്കെട്ട് പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, മെയിൻലി ആസ്മ ഉള്ള പേഷ്യൻസിനാണെങ്കിൽ, കൂടുതലും കുട്ടികൾക്ക്. പക്ഷെ പാല് കുടിക്കുന്നതും മ്യൂക്കസ് സെക്രീഷനും തമ്മിൽ ലിങ്ക് ഉണ്ടെന്ന് സ്റ്റഡീസിൽ നമുക്ക് കൃത്യമായി പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇതുവരെ. പക്ഷേ ആസ്മയുള്ള കുട്ടികളുടെ ചില പാരൻസ് കുട്ടികൾക്ക് പാല് കൊടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് അവരുടെ സിംറ്റംസ് കുറച്ചും കൂടി മെച്ചപ്പെടുന്നതായിട്ട്, അവരുടെ സിംറ്റംസ് വരാത്ത രീതിയിലായി മാറുന്നത് കണ്ടിട്ടുമുണ്ട്. ഈ വിഷയത്തിനെ കുറിച്ച് നമുക്ക് കുറച്ചും കൂടി സ്റ്റഡീസിന്റെ ആവശ്യമുണ്ട്. ഇനി അടുത്ത ചോദ്യം പാല് തിളപ്പിക്കണോ വേണ്ടേ എന്നുള്ളതാണ്. പാല് തിളപ്പിക്കുന്നതിനനുസരിച്ച് തന്നെ അതിലുള്ള ഒട്ടുമിക്ക എല്ലാ ന്യൂട്രിയൻസിന്റെയും കോൺസെൻട്രേഷൻ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. മിനറൽസിന്റെ കോൺസെൻട്രേഷനും കൂടും. പക്ഷേ വൈറ്റമിൻ എന്റെ അളവ് 21% കുറയും, വൈറ്റമിൻ B3 13% കുറയുന്നതായിട്ടും, വൈറ്റമിൻ B5 3% കുറയുന്നതായിട്ടും, വൈറ്റമിൻ B12 21% കുറയുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. തിളപ്പിക്കുന്നതിനനുസരിച്ച് പാലിലുള്ള മിനറൽസിന്റെ അളവൊക്കെ കൂടും, പക്ഷേ വൈറ്റമിൻസിന്റെ അളവ് കുറയാണ് ചെയ്യുന്നത്. പാലിൽ വെള്ളം ആഡ് ചെയ്യുന്ന സമയത്തും പാലിലുള്ള വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും കോൺസെൻട്രേഷൻ കുറയാണ് ചെയ്യുന്നത്. പാലിൽ ഷുഗർ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് അതിലുള്ള കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവാണ് കൂടുന്നത്, കാലറീസിന്റെ അളവ് കൂടും, നിങ്ങൾക്ക് കിട്ടുന്ന എനർജി കൂടും. പക്ഷേ ഷുഗർ ആഡ് ചെയ്യുന്നതിനനുസരിച്ചും വൈറ്റമിൻ്റെ അളവ് കുറയാണ് ചെയ്യുന്നത്. പാല് കുറേ സമയം സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനനുസരിച്ചും പാലിലുള്ള സോളിഡ്സ്, അത് ഫാറ്റ് ആവാം, സോളിഡ് നോൺ ഫാറ്റ്സ് ആവാം, അതിൻ്റെ അളവ് 19% കുറയുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്.
പാല് കൂടുതൽ സമയം സ്റ്റോർ ചെയ്യുന്നതിനനുസരിച്ച് തന്നെ വൈറ്റമിൻ എ, വൈറ്റമിൻ B3, B5, വൈറ്റമിൻ B12 ഇതിൻ്റെ കോൺസെൻട്രേഷനും കുറയുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ബോയിലിംഗ് ആണെന്നുണ്ടെങ്കിലും വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാലും കൂടുതൽ സമയം സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാലും പാലിൻ്റെ pHൽ അല്ലെങ്കിൽ അസിഡിറ്റിയിൽ വലിയ മാറ്റം വരുന്നതായിട്ടൊന്നും കണ്ടിട്ടില്ല. കൺക്ലൂഷനായിട്ട് എനിക്ക് പറയാനുള്ളത്, പാലിൻ്റെ ബെനിഫിറ്റ്സ് നോക്കുന്ന സമയത്ത് പാല് കുടിച്ചാൽ വരുന്ന പ്രോബ്ലംസിനേക്കാളും എത്രയോ മടങ്ങ് കൂടുതലാണ്. പാലിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസും അതിൻ്റെ ബെനിഫിറ്റ്സും കൂടുതലായതുകൊണ്ട് തന്നെ നിങ്ങൾ ഡെഫിനറ്റ്ലി പാല് കുടിക്കുന്നതാണ് നല്ലത്. പക്ഷേ ഏത് തരം പാലാണ് കുടിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനോടൊപ്പം തന്നെ എങ്ങനെ പാല് കുടിക്കണം എന്നുള്ളതും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു ദിവസം 2 ഗ്ലാസ് പാൽ വരെ കുടിക്കാമെന്നാണ് പറയുന്നത്. കുട്ടികൾക്കും അതിനെക്കൊണ്ട് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടെന്ന് പല സ്റ്റഡീസിലും കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഒരു ദിവസം 2 ഗ്ലാസ് പാലാണ് കുടിക്കാറ്. ഷുഗറൊന്നും ആഡ് ചെയ്യാറില്ല. നിങ്ങൾ എത്ര ഗ്ലാസ് പാല് കുടിക്കുന്നുള്ള കാര്യം താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. പാലിൽ നിന്നും ഉണ്ടാക്കുന്ന വേ പ്രോട്ടീനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. നിങ്ങൾ ഫിഷ്, ചിക്കൻ, മട്ടൺ അത്തരത്തിലുള്ള ഭക്ഷണമൊക്കെ കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കൂടി കാണണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം, ഷെയർ ചെയ്യുന്ന കാര്യം, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്നും മറക്കരുത്. അപ്പോൾ ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ.